മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയ ഉടൻ തന്നെ ഏറ്റവും ആദ്യം ഒരു മസ്ജിദ് സ്ഥാപിക്കാൻ തിടുക്കപ്പെട്ടത് വിശ്വാസിയുടെ ജീവിതത്തിൽ പള്ളിയുടെ അനിവാര്യത വിളിച്ചോതുന്നതായിരുന്നു. നബിയുടെ കാലത്ത് തന്നെ കേരളക്കരയിലും ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം എത്തിയെന്നതാണ് ചരിത്രം. വെള്ളാപ്പ് ഖാദിമുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി പരിപാലിച്ചു പോന്ന മൊഹീദ്ദീൻ മസ്ജിദും മസ്ജിദിന്റെ നാൾവഴികളിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്ര കണ്ട് വിജയിക്കുമെന്നത് എന്നെ ഏറെ ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും ഒരു ശ്രമം നടത്തുന്നു എന്ന് മാത്രം. ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാം. പരിമിതമായ സ്രോതസ്സുകളിൽ നിന്നും പകർന്നു കിട്ടിയ അറിവുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 200ഓളം വർഷം പഴക്കമുണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ചരിത്രത്തിന്. നമുക്കെല്ലാവർക്കും പരിചിതനായിരുന്ന ഹാജുസ്താദ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന അബ്ദുള്ള കുഞ്ഞ് ഉസ്താദിന്റെ കാരണവരും വെള്ളാപ്പിലെ ഒരല്പം പ്രായക്കൂടുതലുള്ളവർക്ക് മാത്രം പരിചിതനായ കരീമാജീച്ചയുടെ ഉപ്പയുമായ ഔല മുസ്ലിയാരും മലപ്പുറം ജില്ലയിലെ എടക്കുളം എന്ന പ്രദേശത്ത് മറവിട്ട് കിടക്കുന്ന അഞ്ചില്ലത്ത് പൊള്ളയിൽ പോക്കർ മുസ്ലിയാരുടെയും ശ്രമഫലമായാണ് നിലവിൽ മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം 175 വർഷങ്ങൾക്ക് മുൻപ് ഒരു നിസ്കാര പള്ളിയും തൊട്ടടുത്തായി ഒരു ഓത്തുപള്ളിയും സ്ഥാപിതമായത്. ഭൗതികമായ വേതനമൊന്നും സ്വീകരിക്കാതെ തന്നെ കരീമാജീച്ച എന്നവരാണ് ആ കാലത്ത് പള്ളിയിലെ മുഅദ്ദിനും ഇമാമുമായി സേവനമനുഷ്ഠിച്ചിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പള്ളിയുടെയും ഓത്തുപുരയുടെയും ദൈനംദിന ആവശ്യത്തിനായി ആ കാലത്ത് വെള്ളാപ്പ് പ്രദേശത്തെ 15ഓളം തറവാട് വീട്ടുകാർ 12 മൂട നെല്ല് അഥവാ 3 പറ നെല്ല് പള്ളിയിലേക്ക് കൊടുക്കണമായിരുന്നു. മൂപ്പന്റെ അടുത്ത പുര, കുരിക്കളടുത്ത പുര, കാവില്ലാട്ട് അന്തറുമാൻചാന്റെ പുര, കായിലാട്ട മമ്മിഞ്ഞിക്കാരാടെ, ബർക്കത്തായിക്കാര പുര, പൊള്ളയിൽ തറവാട് പുര, കൗമക്കാരന്റെ അട, വെള്ളാപ്പിലെ പുര എന്ന് വിളിക്കപ്പെടുന്ന കരീമാജീച്ചായുടെ വീട്, AB സത്താർ സാഹിബിന്റെ തറവാടായ ഏബിരാട്, KK കുഞ്ഞിക്കുണ്ടിലെ പുര, പോറന്റെ അന്തീച്ചാരാടെ എന്ന പോറന്റാട്, തെക്കേപുരയിൽ പൂമീത്താരെ അഥവാ പോക്കർച്ചാരവിടെ, ആമ്പാത്തപ്പുര, തൈവളപ്പിൽ ഉസ്നാർച്ചാര തറവാട് തുടങ്ങിയ തറവാട് വീടുകളായിരുന്നു. അഞ്ചില്ലത്ത് പൊള്ളയിൽ തറവാട്ടിൽ നിന്ന് താവഴിയായി ഇന്ന് അഞ്ചില്ലത്ത് തുടങ്ങി മറ്റ് പല പേരുകളിലും അവസാനിക്കുന്ന പേരുകളിൽ ഒട്ടനേകം കുടുംബങ്ങളാണ് തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ളത്. 1966 വരെ ഖാദിമുൽ ഇസ്ലാം സംഘം എന്ന പേരിലായിരുന്നു പള്ളി പരിപാലന കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത്. 1966 ബീരിച്ചേരി ജമായത്തിന്റെയും IT ജമായത്തിന്റെയും അല്പം ഭൂപ്രദേശങ്ങളെ ഒരുമിപ്പിച്ച് അതുവരെ നിസ്കാരപ്പള്ളി മാത്രമായിരുന്ന മൊഹീദ്ദീൻ മസ്ജിദ് മൊഹീദ്ദീൻ ജുമാ മസ്ജിദായി ഉയർത്തി ജുമാ ആരംഭിക്കുകയും ചെയ്തു. ജുമാഅത്ത് പള്ളിയായി ഉയർത്തിയതോടെ ഖാദിമുൽ ഇസ്ലാം സംഘം വ്യവസ്ഥാപിത ഭരണഘടനയോടെ ഖാദിമുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 1966 ശേഷം പള്ളിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ പലതവണയായി നടന്നു. ഓത്തുപുര വിപുലീകരിച്ച് ദീനി പഠനത്തിനായി നജ്മുൽ ഹുദ മദ്രസയും സ്ഥാപിച്ചു. വളരെ ഗഹനമായി പഠിച്ച് വിശദമായി പ്രതിപാദിക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തെ സമയത്തിനും സന്ദർഭത്തിനുമനുസരിച്ച് വളരെ ചുരുക്കിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ അതിന് സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദീനിന്റെ സംരക്ഷണത്തിനും നിലനിൽപ്പിനുമായി തന്നെ കൊണ്ടാവും വിധം പ്രവർത്തിച്ച ഒട്ടനേകം